നമസ്കാരം. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ബജറ്റ് പ്രകാരം സ്വർണത്തിന്റെ തീരുവ കുറച്ചത്, ഇറക്കുമതി തീരുവ കുറച്ചത് വലിയ രീതിയിലുള്ള സ്വർണത്തിന്റെ വിലയിടിവ് വരുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ളൊരു വിലയിടിവ് ഉണ്ടായില്ല എങ്കിലും 3600 രൂപയോളം ഏതാണ്ട് വിലയിടിവ് മാർക്കറ്റിൽ ഉണ്ടാവുകയും ചെയ്തു. ഇത് തന്നെ സ്വർണം വാങ്ങാൻ കാത്തിരുന്നവരെ ഏറെ ആശ്വാസകരമായതാണ്. എന്നാൽ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കൂടുതൽ ആശ്രയിക്കുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുന്നവരാണ് പ്രധാനമായും കേരളക്കാർ. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നേരിയ തോതിലുള്ള വിലക്കയറ്റമാണ് രേഖപ്പെടുത്തിയത്. വലിയ രീതിയിലുള്ളൊരു വിലയിടിവിന് ശേഷം നേരിയ തോതിലുള്ളൊരു വിലക്കയറ്റം ആഗോളതലത്തിലെ വിലക്കയറ്റത്തിന് തുല്യമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമിന് 6340 എന്ന വിലയിലും പവന് 50,720 എന്ന വിലയിലുമാണ് വ്യാപാരം ആരംഭിച്ചിരുന്നത്. എന്നാൽ മാർക്കറ്റ് ഇപ്പോൾ നേരിയ തോതിലുള്ള വിലയിടിവാണ് വൈകിട്ടോടെ മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വിലയിടിവ് തുടരുമെന്ന പ്രതീക്ഷയിലാണ് നിരീക്ഷകരും. സ്വർണ്ണവില 20,000 വരുമെന്നതും കാത്തിരിക്കുന്നവരാണ് കൂടുതൽ വ്യക്തികളും.